ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നസ്ലിൻ നായകനെ അഭിനവ് സുന്ദർ നായക സംവിധാനം ചെയ്ത് ജൂൺ 5 വെള്ളിയാഴ്ച തിയേറ്ററിൽ പോസിറ്റീവ് അഭിപ്രായം നേടുത്ത് മുന്നേറിക്കൊണ്ടിരിക്കുന്ന മലയാള സിനിമയാണ് മോളിവുഡ് ടൈംസ്. ചിത്രത്തിൽ ഷറഫുദ്ദീൻ, സംഗീത് പ്രതാപ്, റോഷൻ ഷാനവാസ്, അൽതാഫ് സലീം എന്നിങ്ങനെയായിരുന്നു മറ്റ് പ്രധാനപ്പെട്ട താരങ്ങൾ. ചിത്രം ഇന്നലെ ഞായറാഴ്ച കേരളത്തിൽ കളക്ട് ചെയ്തത് 1,86,00,000 രൂപയായിരുന്നു. അങ്ങനെ 3 ദിവസം കൊണ്ട് കേരളത്തിൽ 5,50,00,000 കളക്ട് ചെയ്ത ഈ സിനിമ 4-ാം ദിവസവും ആദ്യ തിങ്കളാഴ്ചയും കൂടിയായി ഇന്ന് കേരളത്തിൽ കളക്ട് ചെയ്യാൻ സാധ്യത 80 ലക്ഷം റേഞ്ചിലാണ്. അങ്ങനെ 4 ദിവസം കൊണ്ട് കേരളത്തിൽ 6,30,00,000 റേഞ്ചിലാണ് സിനിമ എത്തിച്ചേർന്നിട്ടുള്ളത്. സിനിമയുടെ 4 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 13,50,00,000 റേഞ്ചിലാണ്. ദൃശ്യം 3 തിയേറ്ററിലെത്തിയിട്ട് 3-ാമത്തെ തിങ്കളാഴ്ച കൂടിയായ 19 ദിവസമാണ് പിന്നിടുന്നത്. മോഹൻലാൽ നായകനായി ജിത്തു ജോസഫ് തിരക്കഥ സംവിധാനം ചെയ്ത ഈ സിനിമ ഇന്നലെ വരെയുള്ള 18 ദിവസം കൊണ്ട് കേരളത്തിൽ 86,25,00,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. 18 ദിവസം കൊണ്ട് റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് കളക്ട് ചെയ്തത് 37,52,00,000 രൂപയാണ്. അങ്ങനെ 123,77,00,000 രൂപയാണ് ഇന്ത്യൻ ഗ്രോസായി സിനിമ നേടിയെടുത്തിട്ടുള്ളത്. മിഡിൽ ഈസ്റ്റിൽ നിന്ന് $6.47 മില്യൺ കളക്ട് ചെയ്ത ഈ സിനിമ ടോട്ടൽ ഓവർസീസ് കളക്ഷനായി സ്വന്തമാക്കിയത് $11.43 മില്യൺ ആണ്. അതായത് 109,15,00,000 രൂപ. അങ്ങനെ ലോകമെമ്പാടുമായി ഇന്നലെ വരെ ഈ സിനിമ കളക്ട് ചെയ്തിരിക്കുന്നത് 232,92,00,000 രൂപയാണ്. ഇനി 19-ാം ദിവസമെന്ന തിങ്കളാഴ്ചയിലെ കേരള കളക്ഷനിലേക്ക് വന്നാൽ ഇന്ന് 50 ലക്ഷം റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ കേരളത്തിൽ 86,75,00,000 റേഞ്ചിലാണ് ഈ സിനിമ എത്തിച്ചേർന്നിട്ടുള്ളത്. സിനിമയുടെ 19 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 233,50,00,000 റേഞ്ചിലാണ്. രാംചരൺ നായകനായി ബുജി ബാബു സന സംവിധാനം ചെയ്ത് ജൂൺ 4 വ്യാഴാഴ്ച തിയേറ്ററിലെത്തിയ തെലുങ്ക് പാൻ ഇന്ത്യൻ സിനിമയാണ് പെദ്ദി. ശിവരാജ് കുമാർ, ജാൻവി കപൂർ, ജഗപതി ബാബു, ദിവ്യന്തു എന്നിങ്ങനെയായിരുന്നു മറ്റ് താരങ്ങൾ. സിനിമയുടെ ഇന്നലെ ഞായറാഴ്ച വരെയുള്ള ആദ്യ 4 ദിവസത്തെ കേരള കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 47,25,500 രൂപയാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. ചിത്രത്തിന്റെ നിർമ്മാതാക്കളായ മൈത്രി മൂവി മേക്കേഴ്സ് എല്ലാ ദിവസത്തെയും പോലെ ഇന്നും ഒഫീഷ്യൽ പോസ്റ്റർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതുപ്രകാരം ഇന്നലെ വരെയുള്ള 4 ദിവസം കൊണ്ട് ഈ സിനിമ ലോകമെമ്പാടുമായി 292,50,00,000 രൂപയാണ് നേടിയെടുത്തിരിക്കുന്നത്. എന്നാൽ ട്രാക്കേഴ്സ് റിപ്പോർട്ട് പ്രകാരം 187,02,00,000 രൂപയാണ് ഇന്ത്യൻ ഗ്രോസ്. വിദേശത്ത് നിന്ന് 46 കോടി ഉൾപ്പെടെ ലോകമെമ്പാടുമായി 233,02,00,000 രൂപയാണ് 4 ദിവസം കൊണ്ട് സിനിമ നേടിയെടുത്തിരിക്കുന്നത്. ആദ്യ തിങ്കളാഴ്ച കൂടിയായി ഇന്ന് 5-ാം ദിവസത്തിലേക്ക് വന്നാൽ ഇന്ന് വേൾഡ് വൈഡ് കളക്ഷനായി 15 കോടി റേഞ്ചിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ ആദ്യ 5 ദിവസം പിന്നിടുമ്പോൾ ലോകമെമ്പാടുമായി 248-250 കോടി റേഞ്ചിലാണ് പെദ്ദി എത്തിച്ചേർന്നിരിക്കുന്നത്. മെയ് 15 തിയേറ്ററിലെത്തി ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടുന്ന മുന്നേറിക്കൊണ്ടിരിക്കുന്ന തമിഴ് സിനിമയുടെ കറുപ്പ്. സൂര്യനായകനെ RJ ബാലാജി സംവിധാനം ചെയ്ത ഈ സിനിമയുടെ ഇന്നലെ ഞായറാഴ്ച വരെയുള്ള ആദ്യ 24 ദിവസത്തെ കളക്ഷൻ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. തമിഴ്നാട്ടിൽ ഇന്നലെ ഞായറാഴ്ച കളക്ട് ചെയ്തത് 1,93,00,000 രൂപയായിരുന്നു. അങ്ങനെ 24 ദിവസം കൊണ്ട് 164,74,00,000 രൂപയാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. കർണാടകയിൽ 24 ദിവസം കൊണ്ട് 24,25,00,000, തെലുങ്ക് സംസ്ഥാനങ്ങളിൽ 37,24,00,000, കേരളത്തിൽ 14,35,00,000, നോർത്ത് ഇന്ത്യൻ കളക്ഷനായി നേടിയെടുത്തത് 3,18,00,000 രൂപയുമാണ്. അങ്ങനെ 243,76,00,000 രൂപയാണ് ഇന്ത്യൻ ഗ്രോസ്. വിദേശത്ത് $8.51 മില്യൺ, അതായത് 80,80,00,000 രൂപ സ്വന്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ ലോകമെമ്പാടുമായി 24 ദിവസം കൊണ്ട് 324,56,00,000 രൂപയാണ് കറുപ്പ് നേടിയെടുത്തിരിക്കുന്നത്. ഇന്ന് 25-ാം ദിവസമായ തിങ്കളാഴ്ച പ്രതീക്ഷിക്കുന്നത് 1.5 കോടി റേഞ്ചിലാണ്. അങ്ങനെ 25 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് കളക്ഷനായി സിനിമ നേടിയെടുത്തിരിക്കുന്നത് 326 കോടിക്ക് മുകളിലാണ്. നവാഗതനായ സുഭാഷ് കെ രാജ് തിരക്കഥ സംവിധാനം ചെയ്ത് മെയ് 28 തിയേറ്ററിലെത്തി ബ്ലോക്ക് ബസ്റ്റർ വിജയക്കുതിപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന തമിഴ് സിനിമയാണ് ബ്ലാസ്റ്റ്. ചിത്രത്തിന്റെ ഇന്നലെ ഞായറാഴ്ച വരെയുള്ള 11 ദിവസത്തെ വിശദമായ കളക്ഷൻ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. തമിഴ്നാട്ടിൽ 21,64,00,000 കളക്ട് ചെയ്ത ഈ സിനിമ കേരളത്തിൽ 11,56,00,000 രൂപയാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. തെലുങ്ക് സംസ്ഥാനങ്ങളിൽ 6,32,00,000, കർണാടകയിൽ 3,92,00,000, റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 20 ലക്ഷം എന്നിങ്ങനെ ഇന്ത്യൻ ഗ്രോസായി 43,64,00,000 രൂപയാണ് നേടിയെടുത്തിരിക്കുന്നത്. സിനിമയുടെ വിദേശ കളക്ഷനുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ അപ്ഡേഷൻ പുറത്തു വന്നപ്പോൾ $1.31 മില്യൺ, അതായത് 12,43,00,000 രൂപയാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഇന്നലെ ഞായറാഴ്ച വരെയുള്ള 11 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് കളക്ഷനായ സിനിമ നേടിയെടുത്തിരിക്കുന്നത് 56,07,00,000 രൂപയാണ്. അതേസമയം ചിത്രത്തിലെ അണിയർ പ്രവർത്തകർ പുറത്തുവിട്ട ഒഫീഷ്യൽ പോസ്റ്റർ പ്രകാരം സിനിമ 11 ദിവസം കൊണ്ട് നേടിയെടുത്തിരിക്കുന്നത് 58,21,00,000 രൂപയാണ്. ഇനി 2-ാമത്തെ തിങ്കളാഴ്ച കൂടിയായ 12-ാം ദിവസത്തിലേക്ക് വന്നാൽ ഇന്നും കേരളത്തിൽ 50 ലക്ഷം റേഞ്ചിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ ബ്ലാസ്റ്റ് കേരളത്തിൽ 12 കോടിക്ക് മുകളിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. 12 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 58 കോടിക്ക് മുകളിലുമാണ്. 9 കോടിക്ക് തിയേറ്റർ റൈറ്റ്സ് വിറ്റഴിക്കപ്പെട്ട ഈ സിനിമ വമ്പൻ ലാഭമാണ് നേടിയെടുത്തിരിക്കുന്നത്. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുക, ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.